പട്ട് പാവാട തയ്ച്ചു കഴിഞ്ഞു. ഇനി അതിനൊരു ബ്ലൗസാണ്. ഒരു കുട്ടികൾക്കാകുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡൽ വരുന്നത്. ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ബെൽറ്റ് വന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ചുമ്മാതെ കെട്ട് വെച്ച് കൊടുക്കുന്ന മോഡലാണ് കേട്ടോ. ഇവിടെ ഒരു ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അളവുകൾ. ചെസ്റ്റ് 24 അതിൻ്റെ കൂടെ ഞാൻ 6 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. 24 6 30 വരും. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.5 വരുന്നത് കേട്ടോ. ഷോൾഡർ ഞാൻ ഹാഫ് ഷോൾഡർ തന്നെ എടുക്കും. പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്, ബാക്ക് നെക്ക് ലെങ്ത്, ഇത്രയും അളവുകൾ മാത്രം മതി നമുക്കിത് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് സംശയം, കഴുത്തകലം നമ്മൾ ഫുൾ ഷോൾഡർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ നമ്മൾ വരച്ചു, തുണി എടുത്തിട്ടതിന് ശേഷം കഴുത്തകലം ഞാൻ എടുക്കുന്ന ഒരു 3 ഇഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് 11 അപ്പം 5.5 വരുന്നത്. അപ്പോൾ ഈ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നതും ഞാൻ 5 എടുക്കണുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ വരച്ചു, ഷേപ്പ് ചെയ്തു. ഇതാണല്ലോ നമുക്ക് വരുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. എടുത്തു കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് എൻ്റെ ഫ്രണ്ട് നെക്ക് ലെങ്ത് പറയുന്നത് 2.5 കറക്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതിൽ തുണിയിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് അളവുകൾ തന്നിട്ടുണ്ട്. ആ അളവുകൾ നോക്കി ഞാൻ പറയുകയാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അപ്പം ചെസ്റ്റാണ് തന്നേക്കൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ബ്ലൗസ് ലെങ്ത് 11.5 11.5 എന്ന് പറയുമ്പോൾ ഞാനൊരു 13 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 13 14 എടുത്തിട്ട് നിങ്ങൾക്ക് വീതിക്ക് താഴത്തെ വീതിക്ക് അടിച്ചു കൊടുത്താലും മതി, അത് ഭംഗിയായിരിക്കും. അടുത്തത് ഷോൾഡർ എന്ന് പറയുന്നത് 11 അപ്പം ഞാൻ 5.5 എടുത്തു. ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് 5 അത് ഞാൻ 5 കൊടുത്തുള്ളൂ കേട്ടോ. 5.5 വേണ്ട. ഇതായതുകൊണ്ടാണ് നമുക്ക് 5.5 വേണ്ട. ഇത്രയും മതി. വണ്ണം എന്ന് പറയുന്നത് 7.5 ഇത്രേ വരുന്നുള്ളൂ. കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നും വരുന്നില്ല, നേരെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഷേപ്പുള്ള കുട്ടികളാണെങ്കിൽ മാത്രം മതി അവിടെ ഒരു ഷേപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇത് തന്നെ നമുക്ക് നിവർത്തിയിട്ട് ഇതിങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തും ആവുമല്ലോ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാനാണ്, അങ്ങനെ കട്ട് ചെയ്യാനാണ് കേട്ടോ. ഞാൻ 3 ഇഞ്ച് എടുക്കുകയാണ്. 2.5 നെക്ക് ലെങ്ത് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ആ മോഡൽ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെയാണ് കഴുത്ത് വരുന്നത് കണ്ടോ. അപ്പൊ നമുക്ക് ഈ ബെൽറ്റ് ആവുമ്പോൾ നമുക്ക് ഇത്രയും വീതിക്ക് ബെൽറ്റ് വേണ്ട. അപ്പൊ നമ്മൾ ആ ബെൽറ്റിന്റെ വീതി നമുക്ക് എത്ര വേണോ അത്ര ആക്കി എടുക്കാം കേട്ടോ. എത്രയാണ് ബാക്കും ഇതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ബെൽറ്റ് വീതി ഒരു 1.5 മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് എടുത്തതിന് ശേഷം കണ്ടോ, 2 ഇഞ്ച് മതി. അപ്പൊ 2 ഇഞ്ച് എടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ബെൽറ്റ് വീതി 2 ഇഞ്ച് മതിയെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഇതുണ്ടോ, ഇങ്ങനെ വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ സൈഡിലേക്കാണ് വരുന്നത്. ഇതുണ്ടോ, ഈ ആം ഹോളിന് നേരെ ഇങ്ങനെ വരും. നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഈ സൈഡ് കറക്റ്റ് വരും, ഇവിടെ ഇങ്ങനെയും വരും. അതിനുശേഷം നമുക്കിവിടെ ഒരു ബെൽറ്റ് പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നെക്ക് ഇച്ചിരി കൂടെ ഇറക്കി കൊടുക്കണമെങ്കിൽ ഇത്തിരി കൂടെ നമുക്ക് ഇറക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അത് നമ്മുടെ കുട്ടികളുടെ, അതായത് ഓരോ കുട്ടികൾക്കും ഓരോ ഇതുണ്ട്. ചില കുട്ടികൾക്ക് കഴുത്ത് കയറിയിരിക്കുന്നത് പറ്റൂല, അങ്ങനെ. അപ്പൊ നമുക്ക് ഇത്രയും ഇത് കൊടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ ഇത്തിരി കൂടെ വേണമെങ്കിൽ താഴ്ത്തി കൊടുക്കാം കേട്ടോ. അത് ഓരോ മോഡൽ അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തി ചെയ്യാം. ഓക്കെ, ഇവിടെ വേണേ താഴ്ത്തി കൊടുക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ഇവിടെ വെച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബെൽറ്റ് കൊടുക്കാം. അതെല്ലാം
നമ്മളുടെ ഇഷ്ടം പോലാണ്. നമുക്ക് എന്താണോ അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് താഴ്ത്തിയെടുക്കാം, പൊക്കിയെടുക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെയാണ് ഈ കട്ടിങ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ചോക്ക് എന്ന് പറയുന്നത്, ചോക്കിനെ കുറിച്ച് പറയുന്നത് പാൻഡ ചോക്കാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്നത്, ഞാനിപ്പോൾ ബ്രോഡ്വേന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് വാനിഷിങ് ചോക്കാണ്. ഇത് നമ്മൾ എത്ര ഇട്ട് വരച്ചു കഴിഞ്ഞാൽ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഈ കളറൊക്കെ അങ്ങ് പൊയ്ക്കോളും കേട്ടോ. വൈറ്റിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഇത് നല്ല ചോക്കാണ് കേട്ടോ. അപ്പോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുപോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ ആയിരിക്കണം. നമുക്ക് ഈ രണ്ട് സൈഡും ഒരേപോലെ നിന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ വരാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ, അതായത് ഇവിടെ തയ്ച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൂടെ പറഞ്ഞു തരണമല്ലോ ഞാൻ. പിന്നെ ഇവിടെ ഒരു കെട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയിലായിരിക്കും. സാധനം കണ്ടല്ലോ, ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ ഷോൾഡർ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കാം. ഇപ്പൊ ഷോൾഡർ എന്ന് പറയുന്നത് 11 അപ്പൊ അതിന്റെ കൂടെ അത് പിന്നെ ഫുൾ 11 എന്ന് പറയുന്നത് 10 ആക്കി 5 എടുത്താലും മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് തന്നെ ഇങ്ങനെ എടുത്താൽ മതിയാവും കേട്ടോ. 5.5 എടുക്കണമെങ്കിൽ 5.5 ആംപോൾ എടുക്കാം. അപ്പൊ ഇവിടെ 5.5 എടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാ. പക്ഷെ ഈ സൈഡ് രണ്ടും ഓക്കെ ആയിരിക്കണം, ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇത് 2 സൈഡും കൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഷേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഫ്ലവറൊക്കെ വെച്ച് നല്ല ഭംഗിയിലൊക്കെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഫ്ലവർ വെക്കാം, ബോ വെക്കാം, ബട്ടൺ വെക്കാം, ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഓക്കെ, തയ്ച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഇത്തിരി തിരക്കാണ്, അതുകൊണ്ട് ഉടനെ ഇടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും ഞാൻ ഈ കട്ട് ചെയ്യുന്നത് ഇട്ടേക്കാം. എല്ലാവർക്കും ഓണത്തിന് കുട്ടികൾക്ക് തയ്ച്ചിടാൻ വേണ്ടി ഒരു മോഡൽ. ഓക്കെ.